ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വെജിറ്റേറിയൻസിനെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇൻഫാക്റ്റ് ഈ ഒരു റെസിപ്പി ഒരുപാട് റിക്വസ്റ്റുകൾ നമുക്ക് നമ്മുടെ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെജിറ്റേറിയൻ പുലാവ് അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ അമ്മയുടെ ഈസി വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അമ്മയുടെ പുലാവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടാൻ മറക്കരുത്. കൂട്ടത്തിൽ ഒരു ലൈക്കും പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ കറി വിത്ത് അമ്മയിലെ ഇന്നത്തെ ഈസി വെജിറ്റബിൾ പുലാവ്. ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലോട്ട് നമുക്ക് ഹോൾ മസാലകളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 7 കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പൂ, ജാതിപത്രി ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ പുലാവിന് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. പിന്നെ സ്റ്റാർ അനീസ് തക്കോലം ഒരു ചെറുത്, ഒരു 10 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 2 ബേ ലീഫ്. ഇത്രയുമാണ് മസാലകൾ നമുക്ക് ആവശ്യമുള്ളത്. മസാല മുഴുവനായി നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 2 ടീസ്പൂൺ സാദാ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ജീരകമൊക്കെ ഒന്ന് പൊട്ടി മസാലയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരണം. ഇനി അതിലോട്ട് ഒരു 4-5 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഉണക്കമുന്തിരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് അതും കൂടി ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി മതിയാകും. അതിലോട്ട് ഒരു 4 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ആക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി അതിലോട്ട് ഒരു സവോള നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അത്രേ വേണ്ടൂ. ഇനി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഒന്നൊന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. 5 ബീൻസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റ് അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുലാവിനൊക്കെ ആകുമ്പം കുറച്ചൊരു നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഫ്രോസൺ ആണ്, അതും കൂടി ചേർക്കുകയാണ്. ഒരു പച്ച ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. ചുവന്ന ക്യാപ്സിക്കം ഒരു പകുതി അതും ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഈ ഫ്രൈഡ് റൈസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഞാൻ എപ്പോഴും അത് ചേർക്കാറുണ്ട്. കൂടാതെ ഒരു പൊട്ടാറ്റോ അതും ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്തു. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനായിട്ട്. കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അത് നല്ലവണ്ണം കൈ വെച്ചൊന്ന് ഞെരടിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ മസാലയും വെജിറ്റബിൾസും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും കൂടുതൽ ചേർക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടാറ്റോ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ അരിയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് എപ്പോഴും കൂടി നിൽക്കണം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ മൂത്ത് വെജിറ്റബിൾസും എല്ലാം കൂടി നല്ലൊരു മണമാണ് കേട്ടോ. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 3 ഗ്ലാസ് അരിയുണ്ട്, 300 ml ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ലോങ് ഗ്രെയിൻ ബസ്മതി റൈസും യൂസ് ചെയ്യാം, അത് നല്ലത് തന്നെയാണ്. പുലാവിന് ഇത് നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ ഈ അരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരിയും വെജിറ്റബിൾസും മസാല എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കതിലോട്ട് അരി വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അരി ഇളർന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളമാണ് കേട്ടോ, നല്ല ചൂടോടുകൂടി തന്നെയാണ് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ബസ്മതി റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും കേട്ടോ. ഇതിന് കുറച്ചും കൂടെ വേവുണ്ടല്ലോ. എല്ലാം കൂടി അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കണം.
ബസ്മതി റൈസൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫോർക്ക് കൊണ്ട് ഒന്ന് ഇളക്കി നോക്കാം. പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, റൈസ് ഒന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചാൽ കറക്റ്റ് നല്ല വിട്ട് നിൽക്കുന്ന പുലാവ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതായിരിക്കണം പുലാവിൻ്റെ ഒരു പരുവം. അപ്പം നമ്മുടെ അടിപൊളി വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്ക് വേണ്ട വെജിറ്റബിൾസും മസാലയും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡിയാക്കി വെച്ചാൽ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പുലാവ് റെഡിയാക്കി എടുക്കാം. പ്രഷർ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്. ഇതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു പുലാവ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുറേ വ്യൂവേഴ്സ് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് വെജ് പുലാവിൻ്റെ. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട പേരെന്ന് പറഞ്ഞാൽ അമ്പിളി യതീഷ്, നമ്മുടെ ഒരു ഓൾ ടൈം വ്യൂവറാണ്. അപ്പോൾ അമ്പിളി കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു പുലാവിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു പുലാവ് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കി എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ മറക്കാതെ തന്നെ കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി ഷെയർ ചെയ്യുക. കറി വിത്ത് അമ്മ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. എങ്കിലും അമ്മയ്ക്ക് ഇനിയും ഒരുപാട് എപ്പിസോഡ്സ് ഇടണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വ്യൂവേഴ്സുമായി ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമുക്ക് ഇനിയും ഒരുപാട് വ്യൂവേഴ്സ് വരട്ടെ അല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരും വരെ നന്ദി, ടാറ്റ, ഗുഡ് ബൈ.